ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് സൗദി ഹോസ്പിറ്റലിലെ കുറച്ച് വാക്കൻസീസ് നിങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ വാക്കൻസീസ് വന്നിരിക്കുന്നത് ജോൺ ഹോപ്കിൻസ് അറാംകോ ഹെൽത്ത് കെയറിലോട്ടാണ്. നമ്മൾ ജോബ് ഡീറ്റെയിൽസിനകത്തോട്ട് പോകുന്നതിന് മുന്നേ ഈ ജോൺ ഹോപ്കിൻസ് അറാംകോ ഹെൽത്ത് കെയറിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അറാംകോ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, അതൊരു ലാർജസ്റ്റ് എനർജി പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഇതൊരു വലിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് എംപ്ലോയീസ് ഇതിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ജോൺ ഹോപ്കിൻസ് അറാംകോ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലാണ് അവിടുത്തെ എംപ്ലോയീസിൻ്റെയും ആ എംപ്ലോയീസിൻ്റെ ഫാമിലീസിനെയും ട്രീറ്റ് ചെയ്യുന്നതും അവരുടെ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. ജോൺ ഹോപ്കിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇതൊരു ഇൻ്റർനാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ആണ്. അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് യൂറോപ്യൻസ്, അങ്ങനെ ഒരുപാട് കൺട്രിയിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന അത്രയ്ക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. ഒരു അടിപൊളി ഹോസ്പിറ്റലാണ്, ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാൻ പേഴ്സണലായിട്ട് കണ്ടിട്ടുള്ളൊരു ഹോസ്പിറ്റലാണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ജോബ് ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറയുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് അവർക്ക് വാക്കൻസീസ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇൻപേഷ്യൻ പീഡിയാട്രിക്കിലോട്ട്, അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ സർവീസ് അല്ലെങ്കിൽ EMSലോട്ട്, പിന്നെ കാർഡിയാക് കെയർ യൂണിറ്റ്, CCയിലോട്ട് അല്ലെങ്കിൽ ടെലിമെട്രിക്കിലോട്ട്, ICUലോട്ട് വാക്കൻസീസ് ഉണ്ട്. ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഈ ജോബിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് വരുന്നത് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ആർക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അവർ പ്രിഫർ ചെയ്യുന്നത് മിനിമം 1 ഇയർ എങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരെയാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടി പറയാം. ഇൻപേഷ്യൻറ്റ് പീഡിയാട്രിക്, അതുപോലെ തന്നെ EMS ഡിപ്പാർട്ട്മെൻറ്റ്, കാർഡിയാക് കെയറിനകത്ത് വരുന്നതാണ് CCU ആൻഡ് ടെലിമെട്രി. അതുപോലെ തന്നെ ICU ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ആൾക്കാർ, L&D മിഡ്വൈഫിൽ വർക്ക് ചെയ്തത്, പിന്നെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത്, ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ മിനിമം 1 ഇയർ എങ്കിലും വർക്ക് ചെയ്തിരുന്ന ആൾക്കാർക്കാണ് പ്രിഫറൻസ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രജിസ്ട്രേഷൻ, നഴ്സിംഗ് കൗൺസിൽ, നമ്മുടെ ഹോം കൺട്രിയിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമുള്ള 2 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർക്ക് വേണ്ടത്. ഈ ജോബ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 3 ഫെബ്രുവരി 2025 ഈ ജോബ് ഫീമെയിൽ നഴ്സസിനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഞാൻ മേളിൽ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ജോബ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഏജൻസിയുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇമെയിലിനകത്തോട്ട് നിങ്ങളുടെ CVയും ഡോക്യുമെൻറ്റ്സും എല്ലാം അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ആ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ ജോബ് പോർട്ടലിനകത്ത് കയറുക. അതിനകത്ത് തന്നെ ഹെൽത്ത് കെയർ എന്നൊരു ഇതുണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ജോബ് അതിനകത്ത് കാണിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വെബ്സൈറ്റിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ആ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതുമായിരിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ജോബ് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾ ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇമെയിലോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവർ നിങ്ങൾക്ക് റിപ്ലൈ ഇമെയിൽ തരുന്നതായിരിക്കും. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ ഉണ്ടാവും. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കോൾ ലെറ്റർ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഏജൻസി തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു ഫീസും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ജോബിനെ കുറിച്ച് എത്തിച്ചു കൊടുക്കുക. ഈ ജോൺ ഹോപ്കിൻസ് അറാംകോ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഹോസ്പിറ്റലാണ്. അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഏജൻസിയും ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസിയാണ്, ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഈ ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി ആയത് കാരണം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനൊക്കെ അവർ കുറച്ച് നിങ്ങൾ ആ ക്രൈറ്റീരിയാസ് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. അത് കാരണം നിങ്ങൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ നമ്പറിൽ വിളിക്കുക.
അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ നഴ്സിംഗ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും ഒന്ന് അപ്ലൈ ചെയ്യട്ടെ, അവർക്കും നല്ലൊരു ജോബൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിലും ഞാൻ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ജോബും ഏജൻസിയും ആയിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് പറയുന്നത്. കാരണം ഞാൻ ഈ നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഏജൻസിയിലോട്ടൊന്നും നമ്മൾ പോയി ചാടാതിരിക്കുക. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തികച്ചും ജെന്യൂൻ ആയിരിക്കും. എന്നാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്